നമസ്കാരം. ലോക ചാപ്റ്റർ 2026 കിരീടത്തോടെ പര്യവസാനം. രാജ്യമാകെ ഇന്ത്യയുടെ കിരീട നേട്ടം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയൊരു സൂപ്പർ താരമായി നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഉയർന്നു വന്ന ലോകകപ്പ് എന്ന നിലയിലാണ് നമ്മൾ മലയാളികളുടെ മനസ്സിൽ എന്നും ഇനി ഈ ലോകകപ്പ് നിലനിൽക്കുക. ആഘോഷ കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ എങ്ങും. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ കൂടെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ലോക ചാപ്റ്റർ 2026 അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ കിരീടവുമായി ക്ഷേത്രം സന്ദർശിച്ച് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ്. അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിനടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലായിരുന്നു സന്ദർശനം. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറും ICC അധ്യക്ഷൻ ജയ് ഷായും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു. കായിക ലോകത്തെ നിരവധി തിരിച്ചുവരവുകൾക്ക് ലോകം സാക്ഷിയായിട്ടുണ്ട്. ചരിത്രത്താളുകളിൽ സ്വർണ്ണ ലിപിയിൽ എഴുതി ചേർത്ത അത്തരമൊരു തിരിച്ചുവരവാണ് നമ്മുടെ സഞ്ജു സാംസണും നടത്തിയത്. ലോകകപ്പ് ബെഞ്ചിൽ നിന്ന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിലേക്ക്. ഒരു കാര്യം നേടണമെന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ നിങ്ങൾ അത് നേടുവാൻ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കായി കരുക്കൾ നീക്കും. പൗലോ കൊയ്ലോയുടെ വാക്കുകൾ അനർത്ഥമാക്കുകയാണ് സഞ്ജു സാംസൺ. 2015 തന്റെ 20-ാം വയസ്സിൽ ഇന്ത്യൻ കുപ്പായം അണിയുമ്പോൾ സഞ്ജു വിശ്വനാഥ് സാംസണിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ജീവിതകാലം അത്രയും അയാളെ തളരാതെ പൊരുതാൻ പ്രേരിപ്പിച്ച സ്വപ്നം. പക്ഷേ ആ 20-കാരന് തന്റെ സ്വപ്നങ്ങളോട് മല്ലടിക്കേണ്ടി വന്നത് നീണ്ട 11 വർഷങ്ങളാണ്. അഹമ്മദാബാദിൽ ടൂർണമെന്റിന്റെ താരമായി അയാൾ വിശ്വകിരീടത്തിൽ മുത്തമിടുമ്പോൾ കഴിഞ്ഞുപോയ കാലത്തിന്റെ നീറുന്ന ഓർമ്മകളോടുള്ള മധുര പ്രതികാരം കൂടിയാണത്. ഇന്ത്യ ലോക കിരീടം ചൂടുമ്പോൾ ടീമിനൊപ്പം ഉണ്ടായിരുന്നിട്ടും ബെഞ്ചിലായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം. നിരാശപ്പെടാതെയുള്ള പോരാട്ടം അയാളെ 2026 ലോകകപ്പ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറാക്കി. എന്നാൽ ന്യൂസിലൻഡ് പരമ്പരയിൽ സ്വപ്നം വീണുടഞ്ഞു. ലോകകപ്പിലെ സ്ഥാനം വീണ്ടും ബെഞ്ചിലായി. ഇനിയൊരു മടങ്ങിവരവില്ലെന്ന വിരോധികൾ വിധിയെഴുതി. പക്ഷെ കാലം കാത്തുവെച്ചത് മറ്റു ചിലതായിരുന്നു. അഭിഷേകിന്റെ അഭാവത്തിൽ നമീബിയക്കെതിരെ ലോകകപ്പ് അരങ്ങേറ്റം. മുൻനിരയിലെ വലങ്കൈ ബാറ്ററുടെ അഭാവം വീണ്ടും ഓപ്പണിംഗിലെത്തിച്ചു. സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ള യാത്ര അവിടെ നിന്നായിരുന്നു. നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 50 പന്തിൽ 97 റൺസുമായി ടീമിനെ സെമിയിലെത്തിച്ചു. സെമിയിൽ 42 പന്തിൽ 89 റൺസുമായി അവിസ്മരണീയ ബാറ്റിംഗ്. സ്ഥിരതയിലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഫൈനലിൽ അടിച്ചെടുത്തത് 46 പന്തിൽ 89 റൺസ്. കേവലം 5 മത്സരങ്ങളിൽ നിന്നായി സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 321 റൺസ്. 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന സ്കോർ. ലോകകപ്പിലെ സിംഗിൾ എഡിഷനിൽ ഏറ്റവും അധികം 6 നേടുന്ന താരം. അങ്ങനെ റെക്കോർഡുകൾ പലതും പഴങ്കഥയായി. പഴി പറഞ്ഞവർക്ക് മുന്നിൽ വിശ്വകിരീടവുമായുള്ള സഞ്ജുവിന്റെ മറുപടി ചരിത്ര താളുകളിൽ ഏറ്റവും മികച്ച തിരിച്ചുവരവായി രേഖപ്പെടുത്തുമെന്ന് തീർച്ച. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. അസാധ്യ പ്രകടനത്തോടെ സഹതാരങ്ങൾക്ക് കൂടി സഞ്ജു പ്രചോദനം നൽകുന്ന കാഴ്ചയായിരുന്നു ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടത്. സഞ്ജുവിനൊപ്പം തന്നെ ഈ ലോകകപ്പിൽ പ്രകടനം കൊണ്ട് അടയാളപ്പെടുത്തിയ മറ്റു താരങ്ങളെ കൂടി കാണാം.
ബുംറയുടെ കൈകളിൽ. പിന്നീട് കണ്ടത് ലോകം കണ്ട ഏറ്റവും മികച്ച ബൌളിംഗ് സ്പെൽ. 4 ഓവറിൽ വെറും 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ. ബുംറയുടെ മാരക യോർക്കറുകൾക്ക് മുന്നിൽ കിവികളുടെ സ്റ്റമ്പുകൾ തെറിച്ചു വീണപ്പോൾ അഹമ്മദാബാദ് ആവേശക്കടലായി. അഭിഷേകിന്റെയും ഇഷാന്റെയും വെടിക്കെട്ടും ദുബൈയുടെ കരുത്തും അക്ഷറിന്റെ കൃത്യതയും ബുംറയുടെ വേഗതയും സൂര്യകുമാർ യാദവ് എന്ന നായകന് കീഴിൽ ഇന്ത്യ വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. 2020 ക്രിക്കറ്റിന്റെ വിശ്വകിരീടമണിഞ്ഞ ഇന്ത്യൻ ടീം പ്രശംസയുടെ നെറുകയിൽ നിൽക്കുമ്പോൾ വലിയ ആഘോഷങ്ങളില്ലാതെ ശാന്തമായ മുഖത്തോടെ ഒരാൾ മാത്രം ഇതെല്ലാം കണ്ടുനിന്നു. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ. ഗംഭീറിന് ഇത് കിരീട നേട്ടം മാത്രമല്ല, പരിശീലകനായി തനിക്ക് പിഴച്ചിട്ടില്ലെന്ന് അയാൾ അടിവരയിടുക കൂടിയാണ്. വർഷം 2011 ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ. 28 വർഷങ്ങൾക്ക് ശേഷം ധോണിപ്പട ലോക കിരീടം ചൂടുമെന്ന പ്രവചിക്കപ്പെട്ട കിരീട പോരാട്ടം. നായകൻ ധോണിയുടെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ ഇറങ്ങി. ഈ ഭൂഖണ്ഡത്തിലെ തന്നെ കരുത്തരായ ശ്രീലങ്കയാണ് മറുവശത്ത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ജയവർദ്ധന എന്ന ലങ്കൻ കപ്പൽ നങ്കൂരമിട്ടു. ഇന്ത്യൻ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി സെഞ്ചുറിയും കടന്ന ജയവർദ്ധനെ പുറത്താകാതെ നിന്നു. ലങ്കയുയർത്തിയ 276 റൺസിനെ പിന്തുടരാനെത്തിയ ഇന്ത്യക്ക് തുടക്കത്തിലെ പാടി. സേവാഗും സച്ചിനും മടങ്ങി. ക്രീസിൽ കോഹ്ലിക്കൊപ്പം തോക്കിലെന്ന നിലപാടെടുത്ത മറ്റൊരാൾ നിന്നു, ഗൗതം ഗംഭീർ. കത്തിക്കയറി ഗംഭീർ അന്ന് ലങ്കൻ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി. 97 റൺസിൽ നിൽക്കെ പെരേരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച പുറത്തായി. തുടർന്ന് ധോനി യുവരാജും ചേർന്ന മത്സരം വിജയിപ്പിച്ചു. ധോനിയുടെ ലാസ്റ്റ് ബ്ലാസ്റ്റ് ചർച്ചയ്ക്കിടെ സുപ്രധാനമായ ഇന്നിംഗ്സ് വേണ്ടത്ര ചർച്ചയായില്ല. മുറിവേറ്റ ഹൃദയത്തോടെ ഗംഭീർ പിന്നീട് പവലിയനിലേക്ക് ഒതുങ്ങി. ക്രിക്കറ്റ് വിട്ട രാഷ്ട്രസേവനം. MP കുപ്പായത്തിൽ നിന്നും ഗംഭീർ ഇറങ്ങുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ള മറ്റൊരു ദൗത്യം കാത്തിരുന്നു, ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം. മഹാരഥന്മാരുടെ പിൻഗാമി കസേരയിൽ ഗംഭീറിന് ഇരിക്കപ്പുറതി ഉണ്ടായില്ല. വിവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും ഗംഭീറിന്റെ നേടിലായി. ഏറ്റെടുത്ത ചുമതല പൂർത്തിയാക്കാൻ അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2024 ചുമതല നീട്ടി നൽകിയതിന് പിന്നാലെ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുത്തമിട്ടു. ഗംഭീറിന്റെ കീഴിൽ ആദ്യ കിരീടം. 2026 ചരിത്രം തിരുത്തി 2020 വിശ്വകിരീടം നിലനിർത്തുന്ന ടീമായി ഇന്ത്യയെ മാറ്റി. താരങ്ങളെ തെരഞ്ഞെടുക്കുന്നത് മുതൽ മുൻപെങ്ങും പ്രത്യക്ഷത്തിലില്ലായിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടന്നാണ് ഈ വിജയം. 2007 2020 ലോക കിരീടം നേടിയ ടീമിൽ അംഗമായിരുന്നയാൾ ഇന്ന് പരിശീലകനായി ആ കിരീടം രാജ്യത്തിന് സമ്മാനിക്കുന്നു. ആഘോഷങ്ങളില്ലാതെ അയാൾ മൂകസാക്ഷിയായി കാലത്തോട് കണക്ക് ചോദിക്കുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പുതിയ സൂപ്പർ താരത്തിന്റെ ഉദയമാണ് സഞ്ജു സാംസണിന്റെ പ്രകടനമെന്ന് KCL-ൽ സഞ്ജുവിന്റെ ടീമായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഉടമ സുഭാഷ് ജോർജ് മാനുവൽ പറയുന്നു. സഞ്ജുവിന്റെ നാട്ടുകാരൻ കൂടിയായ സഹ ഉടമ M ശിവപ്രസാദും ഇന്ത്യയുടെ വിജയം കാണാൻ മൈതാനത്ത് എത്തിയിരുന്നു. ഇനി സഞ്ജുവിന്റെ കാലമെന്നാണ് ഇരുവരുടെയും ആത്മവിശ്വാസം. ഇന്ത്യക്ക് ഇതുപോലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ വരാനാണ്? സഞ്ജുവിനെ പോലെയുള്ള ആൾക്കാരിൽ നിന്ന് ഇൻസ്പയറായി KCL-ൽ നിന്ന് ഒത്തിരി താരങ്ങൾ ഇതുപോലെ കേരളത്തിൽ നിന്നും ഇന്ത്യയെ അഭിമാനം കൊള്ളിക്കുന്ന താരങ്ങൾ, ഒരു മാജിക്കുകൾ കാണിക്കുന്ന താരങ്ങൾ വളർന്നു വരട്ടെ എന്ന്. സഞ്ജു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സംഭവിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന ഒരു പേരായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പല ടീഷർട്ടുകൾക്ക് വേണ്ടി, ക്യാപ്പിന് വേണ്ടി സഞ്ജു സാംസനെ കുറിച്ച് എല്ലാ മാധ്യമങ്ങളും എഴുതുന്ന, അതായത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ മാധ്യമമല്ല, ഇന്ത്യക്ക് വെളിയിൽ പോലും സഞ്ജു സൂപ്പർ സാംസൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം. 1 ലക്ഷത്തിലേറെ കാണികളെ സാക്ഷി നിർത്തിയാണ് സൂര്യയും സംഘവും അഹമ്മദാബാദിൽ കിരീടം ചൂടിയത്. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ആരാധകരുടെ പ്രതികരണം കൂടി കേൾക്കാം. വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കേരളീയർ മാത്രം വളരെ അഭിമാനത്തോടും പ്രതീക്ഷയോടും കാത്തിരുന്നു. ഇന്ന് ഇന്ത്യ മുഴുവൻ ആ പ്രതീക്ഷയോടാണ് ഇവിടെ വന്നത്. അവർക്ക് എല്ലാവർക്കും സഞ്ജു ആ ഒരു സമ്മാനം നൽകി. ഇതുപോലെ ഒരു മലയാളി താരത്തെ ഈ തരത്തിൽ ആഘോഷിക്കുന്നത് അധികം കണ്ടിട്ടില്ല. അഭിമാനം എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നു ഇന്ത്യ ഫൈനലെത്തി എവിടെയായിരുന്നാലും കളിക്കണമെന്നുണ്ടെങ്കിൽ
ആക്ച്വലി ശ്രീലങ്കയിലത്തേക്ക് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ കളി ഇവിടെ ആയിരുന്നു, സോ അതുകൊണ്ട് വന്നു. ഇന്ന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവിടെ അനൗൺസ് ചെയ്യുമ്പം ആ ഗാലറി മുഴുവൻ സഞ്ജുവിന് വേണ്ടി വിളിക്കുകയായിരുന്നു. വാങ്കഡയിലെ സ്റ്റേഡിയം രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്നെ ധോണിക്ക് ശേഷം ഇന്നലെ സെമി ഫൈനലിൽ ആർത്ത് വിളിച്ചത് സഞ്ജുവിന് വേണ്ടിയാണ്. ഇതൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിച്ചതാണ്. 11 വർഷം സഞ്ജു അടിപൊളി കളിയായിരുന്നു, മികച്ച കാഴ്ച വെച്ചു സഞ്ജു ഇന്ന്. അടിപൊളി കളിയായിരുന്നു. ഇനി സഞ്ജുവിനെ ഒഴിവാക്കാൻ പറ്റൂല, BCCIക്ക് സ്ഥിര സാന്നിധ്യമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സഞ്ജു ഇനി സ്ഥിര സാന്നിധ്യമായിരിക്കും ഇന്ത്യൻ ടീമിൽ. എന്തായാലും ഇന്ത്യ 81 റൺസ് സഞ്ജു അടിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജയിക്കാൻ ഒരു മാനവ സഞ്ജു തന്നെ ആയിരിക്കും. അവൻ തന്നെയാണ്, വേറെ മാറ്റേയില്ല. ബുംറ. എന്താ പറയാ ചേട്ടാ, ഈ പറയുന്ന ഒരു ഡു ഓർ ഡൈ മാച്ചസിൽ 3 മാച്ച് 80s 90s അടിച്ച് ഒരു ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു പ്ലെയർ എന്റെ ഓർമ്മയിലില്ല. ആദ്യമായിട്ടാണ് 2007 ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ശ്രീശാന്തിന് ക്യാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വിജയത്തിന് മുത്ത് സഞ്ജുവിന്റെ 3 ഇന്നിങ്സ്, അതാണ് ഇന്ത്യയുടെ കിരീടത്തിൽ നയിച്ചത്. ഫൈനലിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഴിവാണ്. മത്സരമുള്ള കുടുംബത്തിന്റെ അവസരങ്ങൾ ഇതേപോലെ അവസരങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടണം. ഒരുപാട് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്, അവസരങ്ങൾ കിട്ടാതെ ഒരുപാട് കടപ്പുറം തീർച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അങ്ങനെ ഒരു മാസക്കാലമായി നീണ്ടുനിന്ന നമ്മുടെ ലോക ചാപ്റ്റർ 2026 എന്ന സെഗ്മെന്റ് കൂടെ ഇവിടെ പര്യവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.